അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളാൽ നിറമണിഞ്ഞ ഈ കടൽ തീരം ഒരു മൂകസാക്ഷിയാണ്. ചുവപ്പ് കലർന്ന തൻ്റെ ഓളങ്ങളെ ഇമചിമ്മാതെ നോക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകളിലും മനസ്സിൻ്റെ തേങ്ങലുകളിലുമെല്ലാം സാന്ത്വനത്തിൻ്റെ ജലകണങ്ങളെ കടൽക്കാറ്റിൽ അയച്ചുകൊണ്ട് ഈ തീരം ഒപ്പം നിന്നു, ഒരു മൂകസാക്ഷിയായി. സുന്ദരമായ സായാഹ്നങ്ങളിൽ പലപ്പോഴും ഈ സാന്ത്വന തീരത്തേക്ക് അയാൾ കടന്നു വന്നു, കയ്യിലൊരു വിശുദ്ധ ഗ്രന്ഥവുമായി. കടലാഴങ്ങളിലേക്ക് മറഞ്ഞു പോകുന്ന കതിരവന്റെ അവസാന കിരണങ്ങളും അണഞ്ഞു പോകുന്നതുവരെ ഹൃദയത്തിൽ തേൻ പോലെ മധുരിക്കുന്ന ദൈവവചനം നുകർന്നുകൊണ്ടിരുന്നു അയാൾ. വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴുമെല്ലാം പ്രക്ഷുബ്ധമായ തൻ്റെ മനസ്സിൻ്റെ വിങ്ങലുകളും ആത്മാവിൻ്റെ തേങ്ങലുകളുമെല്ലാം അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നതായി അയാൾക്ക് തോന്നി. ആ യഥാർത്ഥ ദൈവാന്വേഷിയുടെ യാത്രകൾ അവിടെ അവസാനിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ സഹയാത്രികനായി തൻ്റെ രക്ഷകനായ ക്രിസ്തുവിനെയും അയാൾ ഒപ്പം കൂട്ടി. എല്ലാത്തിനും സാക്ഷിയായി ഈ കടൽ തീരവും, പിന്നെ അയാളേറെ ഇഷ്ടപ്പെട്ടിരുന്ന അസ്തമയ സൂര്യനും. ഇത് ശ്രീ ബാബുരാജ് തോട്ടത്തിൽ. താൽപ്പര്യമുള്ള എല്ലാ വിഷയങ്ങളിലും ആഴത്തിലുള്ള വായനയും പഠനവും ജീവിതശൈലിയാക്കി മാറ്റിയ ഒരു റിട്ടയർഡ് PWD ചീഫ് എഞ്ചിനീയർ. തൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന ഈ വായനാശീലം അനേകം വിഷയങ്ങളിൽ ഗഹനമായ അറിവ് നേടാൻ അദ്ദേഹത്തെ സഹായിച്ചു. സത്യസന്ധനായ ഒരു ദൈവാന്വേഷി കൂടിയായിരുന്നു ഇദ്ദേഹം. അതിനാൽ തന്നെ സത്യദൈവത്തെ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും എന്ന യേശുനാഥന്റെ ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയ ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ. മദ്യം പിശാചാണെന്നും മദ്യവ്യവസായി സാത്താന്റെ പങ്കുകച്ചവടക്കാരനാണെന്നും ഉൾക്കിടലത്തോടെ മനസ്സിലാക്കിയ നിമിഷങ്ങൾ. ഈ ഉൾക്കാഴ്ച ലഭിക്കാൻ കാരണമായ കരിസ്മാറ്റിക് ധ്യാനം, ആ ധ്യാനത്തിലേക്ക് തന്നെ നയിച്ച തൻ്റെ ഭാര്യയുടെ രോഗം ഓർത്തെടുക്കുകയാണ് ശ്രീ ബാബുരാജ്. നുരപതയുന്ന ലഹരി പാനപാത്രങ്ങളിൽ വിളമ്പി പാപത്തിനുമേൽ ശാപങ്ങളും വലിച്ചു വയ്ക്കുന്ന
മദ്യവ്യവസായികൾക്ക് ശ്രീ ബാബുരാജ് നൽകുന്നത് ദൈവികമായ ഒരു താക്കീതാണ്. കാണുക, ഒരു മദ്യവ്യവസായിയുടെ മാനസാന്തര കഥ, ഒരു സുവിശേഷ പ്രഘോഷകന്റെ പിറവിയുടെ കഥ, സ്വന്തം ഭവനത്തിൽ തുടങ്ങിയ പ്രാർത്ഥനാ കൂട്ടായ്മ ധ്യാനകേന്ദ്രമാക്കി വളർത്തിയ കഥ, യേശുവിന്റെ സ്പർശനമേറ്റ ഒരു കൽഭരണിയുടെ കഥ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ബാബുരാജ് എന്നാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ കുമാരി കട്ടിലിൽ നിന്ന് കാലെടുത്ത് നിലത്ത് കുത്തുമ്പോൾ ശക്തമായ വേദന. ആയുർവേദം, അലോപ്പതി, ഹോമിയോ മുതലായ അറിയാവുന്ന ചികിത്സാ വിഭാഗങ്ങളെല്ലാം ചെയ്തിട്ട് പോലും വളരെ രോഗം മുമ്പോട്ട് കൂടിപ്പോകുന്നതല്ലാതെ അല്പം പോലും ഒരു ശമനം കണ്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ അപ്പോൾ ഒരു ബാർ ഹോട്ടലിൽ പാർട്ട്ണറായിരുന്നു. ധ്യാനത്തിന് പോകുമ്പോൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ബാറിൻ്റെ MD ആയ സാറ് ധ്യാനത്തിന് പോകണ്ട, പനകിലച്ചൻ ചിലപ്പോൾ ബാറ് നിർത്തി ആശുപത്രിയാക്കാൻ പറയും. ഞാൻ അച്ഛനോട് മറുപടി പറയാൻ എല്ലാം പഠിച്ച് ബൈബിളപ്പോൾ പഠിച്ചുകൊണ്ടാണ് പോയത്. അതുവരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ ബാറ് നടത്തുന്നതിനുള്ള തെറ്റെന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിറ്റേന്ന് ബഹുമാനപ്പെട്ട പനകിലച്ചൻ പറഞ്ഞു, അച്ഛോ അവിടെ ബാറ് നിർത്താൻ ഞാൻ തീരുമാനിച്ചു, എങ്ങനെ നിർത്തണമെന്ന് എനിക്കറിയത്തില്ല, അച്ഛൻ പ്രാർത്ഥിക്കണം, ഇവിടുത്തെ ഗ്രൂപ്പ് പ്രാർത്ഥിക്കണമെന്ന്. ആൾക്കാർ സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും മദ്യപിക്കാൻ വരും. അത് കഴിഞ്ഞ് അവിടെ വഴിയിൽ കിടക്കുകയും അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുമായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് ഇത് തെറ്റായ ഒരു കാര്യമാണ് എന്ന് തോന്നിയത്. 1995 ഓഗസ്റ്റ് മാസത്തിലെ ഡിവൈനിലെ ധ്യാനത്തിന് പോകുന്നത് എൻ്റെ ജീവിത പങ്കാളിയായ കുമാരിയുടെ രോഗത്തിൻ്റെ സൗഖ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുന്നത് ഒരു പൂർണ്ണമായ ഒരു മാനസാന്തര അനുഭവത്തിലും ഒരു പൂർണ്ണ ലക്ഷ്യബോധത്തോടെയാണ് തിരിച്ചു വരുന്നത്. ഈ രോഗം എൻ്റെ ജീവിത പങ്കാളിയുടെ മരണം ഉണ്ടായില്ലെങ്കിൽ ഞാൻ നാശത്തിലേക്ക് പോയേനെ. മദ്യവ്യവസായം നടത്തി അനേകരെ നാശത്തിലേക്ക് കുടുംബങ്ങളെ നശിപ്പിച്ചിട്ട് ഞാനും കുടുംബമായിട്ട് നാശത്തിലേക്ക് പോയേനെ. അതിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ദൈവത്തിൻ്റെ ഈ വലിയ രക്ഷാകര പദ്ധതിയാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നുമാണ് ക്രൈസ്തവ ജീവിതത്തിന് അടിസ്ഥാനപരമായി വേണ്ടത്. അതിലിപ്പോൾ വിശ്വാസം എന്താണ്? ക്രൈസ്തവ വിശ്വാസം നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്നും സ്വർഗത്തിൽ സൃഷ്ടാവായ പിതാവാൻ ദൈവം ഉണ്ടെന്നും നമ്മൾ ഹൃദയം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെന്നും ആ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകും എന്നും നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിൽ കാണുന്ന ഈ ലോകമല്ലാതെ കാണപ്പെടാത്ത ഒരു ലോകമുണ്ട്. കാണപ്പെടാത്ത ലോകത്തെ അറിയുന്നത് നമ്മൾ വിശ്വാസം കൊണ്ടാണ് അറിയുന്നത്. വിശ്വാസം എന്ന ആറാമത്തെ ഇന്ദ്രിയം കൊണ്ടാണ് ഒരു സ്വർഗമുണ്ടെന്നും സ്വർഗത്തിൽ സൃഷ്ടാവായ ദൈവമുണ്ടെന്നും ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നെന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു എന്നും നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എബ്രായ 11:1 പറയുന്നത് നമ്മളെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുത്ത് നീതിയായ ഒരു ആവശ്യം നമ്മുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥന വഴി സമർപ്പിക്കുമ്പോൾ, മോനെ മോളെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു എന്നുള്ള ദൈവശബ്ദം തിരിച്ച് നമുക്ക് ഹൃദയത്തിൽ കിട്ടിയാൽ, ദൈവമേ തന്നതിന് സ്തോത്രം എന്ന് പറഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കാത്തിരിക്കുന്നതാണ് ക്രൈസ്തവ വിശ്വാസം. യോഹന്നാൻ 20:29 കർത്താവ് തന്നെ പറയുന്നുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്കൊരു ഓബ്ജക്റ്റ് കണ്ടാൽ അത് കണ്ണുള്ള എല്ലാവർക്കും വിശ്വസിക്കാം. അത് ക്രിസ്ത്യാനി ആവണമെന്നില്ല. ക്രിസ്ത്യാനി കാണാതെ വിശ്വസിക്കുന്നവരാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുത്ത് നീതിയായൊരാവശ്യം എൻ്റെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥന വഴി സമർപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടും. മോനെ മോളെ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന ഉത്തരം കിട്ടിയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് ക്രൈസ്തവ വിശ്വാസം. എന്നെ ഏറ്റവും ആകർഷിച്ചത് ഡോക്ടർ പോൾ യോങ്കി ചോ എഴുതിയ 4th ഡയമെൻഷൻ എന്നുള്ള പുസ്തകമാണ്. സാധാരണ 3 ഡയമെൻഷനാണ്. 4 ഡയമെൻഷൻ എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എവിടെയെല്ലാം സൃഷ്ടികർമ്മം നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യവും പ്രവർത്തനവുമുണ്ട്. പോൾ യോങ്കി ചോ എന്ന് പറഞ്ഞ ഒരു കൊറിയയിലെ എവാഞ്ചലിസ്റ്റ് ആയിരുന്നു. കൊറിയ പാവപ്പെട്ട ഒരു ഗ്രാമത്തിൽ അദ്ദേഹം സുവിശേഷ വേല ചെയ്തിരുന്നു. അദ്ദേഹം നടന്ന് അയാളുടെ വീട്ടിലൊന്നുമില്ലായിരുന്നു. വീട്ടിലെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഭിത്തിയും വൈക്കോല് കൊണ്ട് ഉണ്ടാക്കിയ മേൽക്കൂരയും, അദ്ദേഹത്തിന് ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റവും കുറേ അലൂമിനിയം പാത്രവും കിടക്കാൻ പുൽപ്പായും. അദ്ദേഹം പകൽ സമയം നടന്ന് ഭവനങ്ങളിലെ രോഗിയുടെയും പ്രായമാരുടെയും വീട്ടിൽ ചെന്ന് ആശ്വാസം കൊടുക്കും.
വൈകുന്നേരം ആകുമ്പോൾ മാർക്കറ്റിൽ ആൾ കൂടുന്നിടത്ത് നിന്ന് സുവിശേഷം വചനം പറയും. കുറേ നാൾ കഴിയുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നടന്നു ബുദ്ധിമുട്ടുന്നു, എനിക്ക് സഞ്ചരിക്കാൻ ഒരു സൈക്കിൾ വേണം, എനിക്ക് ഇരുന്ന് എഴുതാൻ ഒരു മേശ വേണം, എനിക്ക് ഇരിക്കാൻ ഒരു കസേര വേണം. 3 ഐറ്റത്തിന് പ്രാർത്ഥിച്ചു. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നീതിമാന്റെ പ്രാർത്ഥന ദൈവം മാനിക്കുമെന്നും അനുവദിക്കുമെന്നും. പക്ഷേ 3 മാസം പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടിയില്ല. അവസാനം പരിഭവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്തുകൊണ്ട് ഞാൻ നിൻ്റെ വേലയാണ് ഫുൾ ടൈം ചെയ്യുന്നത്, എന്തുകൊണ്ട് നീ എനിക്കിത് അനുവദിച്ചു തന്നില്ല? ദൈവം തമ്പുരാൻ എന്നൊരു ചോദ്യം ചോദിച്ചു, നീ ഇന്ന ബ്രാൻഡ് സൈക്കിൾ വേണമെന്ന് ചോദിച്ചില്ല, ഇന്ന മേശ വേണമെന്ന് ചോദിച്ചില്ല, ഇന്ന കസേര വേണമെന്ന് ചോദിച്ചില്ല. പ്രിയപ്പെട്ടവർ, ഈ ബൈബിളിൽ ഇന്ന ബ്രാൻഡ് വേണമെന്നും ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. 2 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ചോദിക്കുന്ന നീതിയായിരിക്കണം, 2 ചോദിച്ചാൽ കിട്ടുമെന്ന് തീർത്തും വിശ്വാസം വേണം. പോൾ യോങ്കിച്ചോ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊരു 3 സ്പീഡ് സൈക്കിൾ വേണം, എനിക്കൊരു മഹാഗണി ടോപ്ഡ് മേശ വേണം, എനിക്ക് ബാൾ ബെയറിങ് വെച്ച ഒരു കറങ്ങുന്ന കസേര വേണം. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, ദൈവമേ, മോനെ, നിൻ്റെ പ്രാർത്ഥന കേട്ട് തന്നിരിക്കുന്നു. അന്നും വൈകിട്ട് ചന്തക്കവലയിൽ ചെന്ന് വചനം പങ്കുവെച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഒരു 3 സ്പീഡ് സൈക്കിളും ഒരു മഹാഗണിയിട്ട മേശയും ഒരു ബാൾ ബെയറിങ്ങും വെച്ച കസേരയും തന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ അദ്ദേഹം അന്ന് നടന്നാണ് വന്നത്. അവിടെ മുമ്പിലിരുന്ന 2 ചെറുപ്പക്കാർ ചോദിച്ചു, ഇത് സൈക്കിൾ കിട്ടിയെന്നല്ലേ പറഞ്ഞത്, ഞങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? ഇന്ന ഡേറ്റ്. അതിനു മുമ്പ് മോൻ എവിടെയായിരുന്നു? ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്നു. അവിടെ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ ഐ വാസ് ഗ്രോയിങ്, ഞാൻ വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നലെ എൻ്റെ ഹൃദയത്തിൽ ഒരു മേശയും കസേരയും സൈക്കിളും ദാറ്റ് ഈസ് ഗ്രോയിങ് ഇൻ മൈ ഹാർട്ട്, വളർന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സമയത്ത് വരും. നീ ദൈവത്തിൻ്റെ സമയത്ത് ഭൂമിയിൽ പ്രത്യക്ഷയിൽ വന്ന പോലെ ദാറ്റ് വിൽ ബി മാനിഫെസ്റ്റഡ് അറ്റ് ദ ഫിസിക്കലി മാനിഫെസ്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സമയത്ത് പ്രത്യക്ഷയിൽ വരുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, പുരുഷന്മാർ ഈ കസേരയും മേശയും സൈക്കിളും പുറത്ത് വരുത്തുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ വട്ടന്മാരുടെ ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ പോൾ യോങ്കിച്ചോ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ, നീ എനിക്കൊരു 3 സ്പീഡ് സൈക്കിളും ഒരു മഹാഗണി മേശയും ഒരു കറങ്ങുന്ന കസേരയും തന്നതിന് സ്തോത്രം, ഹല്ലേലൂയ. 2 മാസം കഴിഞ്ഞപ്പം അവിടെ ഒരു പാഴ്സൽമാൻ വന്നു. പാഴ്സൽമാൻ ചോദിച്ചു, ഇത് പോൾ യോങ്കിച്ചയുടെ വീടാണോ എന്ന് ചോദിച്ചു. അന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല. ആണെന്ന് പറഞ്ഞു. ആരും ചോദിക്കാതെ പറയാതെ അവരൊരു 3 സ്പീഡ് സൈക്കിളും ഒരു മഹാഗണിയിട്ട മേശയും ഒരു ബാൾ ബെയറിങ് വെച്ച കസേരയും തന്നിട്ട് ഫ്രൈറ്റ് വണ്ടിക്കുരുവി പോലും മേടിക്കാതെ പോയി. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അവിടെ നിന്നൊരു 100 കിലോമീറ്റർ അപ്പുറത്ത് ഒരു അമേരിക്കൻ മിഷണറി ഉണ്ടായിരുന്നു. അമേരിക്കൻ മിഷണറി അവിടെ വന്നിട്ട് 4 വർഷമായി. അമേരിക്കൻ മിഷണറി ഇവിടെ വന്നപ്പോൾ കൊറിയ പാവപ്പെട്ട രാജ്യമായതുകൊണ്ട് സഞ്ചരിക്കാൻ വേണ്ടി അന്നത്തെ ലേറ്റസ്റ്റ് ഒരു 3 സ്പീഡ് സൈക്കിളും ഒരു മഹാഗണി മേശയും കറങ്ങുന്ന കസേരയും അയാളുടെ ഡ്രസ്സും പ്ലേറ്റുകളും എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു. ഈ പോൾ യോങ്കിച്ചയുടെ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേട്ടപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്ത ക്രമീകരണം എന്താണെന്ന് വെച്ചാൽ, ഈ അമേരിക്കൻ മിഷണറിക്ക് തിരിച്ച് അമേരിക്ക ഒരു സ്ഥലമാറ്റം കൊടുത്തു. അദ്ദേഹം എല്ലാ സാധനങ്ങളെല്ലാം അടുക്കി വെച്ചപ്പോൾ ഈ 3 വലിയ സാധനങ്ങൾ ബാക്കി. ഇവിടുന്ന് ക്രേറ്റ് അടിച്ചിട്ട് അമേരിക്കയിൽ ഫ്ലൈറ്റ് കൊടുത്തിട്ട് കൊണ്ടുപോകണം. അമേരിക്കക്കാർക്കൊരു കൾച്ചറുണ്ട്, 4 വർഷം 5 വർഷം കഴിയുമ്പോൾ എല്ലാം മാറ്റും, ഒബ്സലേറ്റ് ആകും. അവർ കാർപ്പറ്റ് മാറ്റും, ഫർണിച്ചർ മാറ്റും, വാൾപേപ്പർ മാറ്റും. അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മൾ അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ 5 വർഷം ആകാറാവും, ഇത് ഒബ്സലേറ്റ് ആവും, നമുക്ക് പുതിയത് മേടിക്കാം. ഇവിടെ ആരെങ്കിലും ദൈവവേല ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ അയഞ്ഞ പൈജാമയും ജുബയും ഇട്ട് ബൈബിൾ കക്ഷത്ത് വെച്ച് നടന്നു പോകുന്ന ഒരു സുവിശേഷകനുണ്ട്. അഡ്രസ്സ് കണ്ടുപിടിച്ച് കൊടുത്തു. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ നീതിയായ ഒരാവശ്യം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുത്ത് ഹൃദയം വഴി ഞാൻ പ്രാർത്ഥന വഴി സമർപ്പിക്കുമ്പോൾ, മോനെ, നിൻ്റെ പ്രാർത്ഥന കേട്ടു, തന്നിരിക്കുള്ള ദൈവശബ്ദം ഏതെങ്കിലും മുഖാന്തരങ്ങൾ വഴി തിരിച്ചു കിട്ടിയാൽ, ദൈവമേ തന്നതിന് സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവം തമ്പുരാൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് ക്രൈസ്തവ വിശ്വാസം. കർത്താവ് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ ഡോക്ടർ വിൻസെൻ്റ് പാനിക്കുളങ്ങര, കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. ശ്രീ ബാബുരാജ്
കേരള സർക്കാരിൻ്റെ ജലസേചന വകുപ്പിൻ്റെ ചീഫ് എഞ്ചിനീയറായിരുന്നു. അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ ആ കാലത്തിൽ പരിചയമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില സർവീസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. ഞാൻ ഒരു 5-8 വർഷത്തിന് മുൻപാണ് ആലുവയ്ക്കപ്പുറം നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള അത്താണി ജംഗ്ഷനിൽ പുതിയൊരു വീട് വയ്ക്കുകയും എറണാകുളത്തെ ഉദ്ദേശം ഒരു 45 വർഷക്കാലത്തെ താമസം അവസാനിപ്പിച്ച് ഒരു സ്വസ്ഥ ജീവിതത്തിന് വേണ്ടി അത്താണിയിലേക്ക് മാറുകയും ചെയ്തത്. അപ്പോൾ അവിടെ അടുത്താണ് ശ്രീ ബാബുരാജിൻ്റെ വീടും. അങ്ങനെ അദ്ദേഹവുമായിട്ട് അവിടെ വെച്ച് കൂടുതൽ പരിചയപ്പെടുന്നതിനും ഒക്കെ അവസരങ്ങൾ ധാരാളം ഉണ്ടായി. ഇടപഴകുന്നതിനും പല കാര്യങ്ങളിലുമുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനുമൊക്കെ ഉള്ള അവസരങ്ങളുണ്ടായി. ഈ ബാർ വ്യവസായം ഒരു ആത്മീയമായ കാഴ്ചപ്പാടിൽ കൂടെ നോക്കുമ്പോൾ ശരിയായ ഒന്നല്ലെന്നും അതുവഴി നിരവധി കുടുംബങ്ങൾ നശിക്കുന്നതിനും നിരവധി വ്യക്തികൾ വഴിതെറ്റി പോകുന്നതിനും ഒക്കെ ഇടയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു സത്യാന്വേഷി, ഒരു ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ബാർ വ്യവസായം അനുചിതമാണെന്നും അത് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നും അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ആ ഹോട്ടൽ അദ്ദേഹം വിറ്റു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല പൊതുവെ ആത്മീയ കാര്യങ്ങളിലും പൊതുക്കാര്യങ്ങളിലും ഒക്കെയായി മാറി. ഞാനിപ്പോൾ ഒരു 4 പതിറ്റാണ്ടിലധികമായിട്ട് അഭിഭാഷക വൃത്തി നടത്തുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ പല സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ മദ്യ വ്യവസായം എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ധനാഗമന മാർഗമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഒരു അധോലോകത്തെയും വളർത്തുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ മദ്യ വ്യവസായവും മദ്യം കഴിക്കുന്ന ആളുകളും ഒക്കെ തന്നെ അധികാരത്തിൻ്റെ ഉന്നതങ്ങളിലുള്ള ആളുകളുമായിട്ടും ഒരു അവിഹിത കൂട്ടുകെട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ സമൂഹത്തിലെ പൊതുവായിട്ടുള്ള നന്മയ്ക്കും ആത്മീയമായ ഉണർവിനും വളർച്ചയ്ക്കും വിരുദ്ധമായിട്ടുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടായിട്ടാണ് മദ്യവ്യവസായവും അതുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകളും എന്ന് ബോധ്യപ്പെടാൻ കഴിയും. ശ്രീ ബാബുരാജനും അത്തരത്തിലുള്ള ഒരു ബോധ്യം വന്നതോടുകൂടിയാണ് തനിക്ക് സ്വതസിദ്ധമായ കഴിവുകൾ കൊണ്ടുപോകത്തക്ക രീതിയിൽ ഈ വ്യവസായവുമായിട്ട് സഹകരിച്ച് പോകാൻ കഴിയില്ല, അത് നാശത്തിലേക്ക് വഴിവെക്കുകയുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടായത്. എന്തായാലും അദ്ദേഹം ദീർഘകാലം നടത്തിയിരുന്ന മദ്യവ്യവസായം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുകയും ഇന്ന് തികഞ്ഞ ഒരു ആത്മീയ പാതയിലേക്ക് വരികയും ചെയ്തു. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ അന്വേഷണം അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഫാദറിന് വന്നിരുന്ന ചേഞ്ചസ് അത് എന്നിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കി. ഒരു കുടുംബജീവിതത്തിലായാലും എൻ്റെ വ്യക്തി ജീവിതത്തിലായാലും അതെല്ലാം ഒരുപാട് അനുഗ്രഹം ഉണ്ടാക്കി. ഫാദറിനെ പല രീതിയിലും അനുകരിക്കാനായിട്ട് ആഗ്രഹമുണ്ടായി. അല്ല, ഫാദർ ചെയ്യുന്ന പല സോഷ്യൽ പ്രോഗ്രാംസിലും പറ്റുന്ന പോലെ എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിലവിലൊരു ക്രഷർ യൂണിറ്റ് റൺ ചെയ്യുകയാണ്. അവിടെ അതിൻ്റെ അടുത്തുള്ള ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട അല്ലാതെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിലും അല്ലെങ്കിൽ അവിടുത്തെ ആ പഞ്ചായത്തിൽ അവിടെ വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും ഇതേപോലെയുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയ പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതെല്ലാം ഫാദറിൽ നിന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷനാണ്. എനിക്കൊക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതായത് അപ്പയ്ക്ക് ഇത്രയും പ്രായമുണ്ട്, എന്നാലും അപ്പ ബൈബിള് വായിച്ച് അപ്പയുടെ ആ ഓർമ്മയും അപ്പ പറയുന്ന പ്രസംഗങ്ങളും അപ്പ ചെറിയ കാര്യങ്ങളാണെങ്കിലും പറയുന്നത് ഞങ്ങൾക്കൊക്കെ അത് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും മറക്കും. പക്ഷെ അപ്പയുടെ ആ ഒരു
വിശ്വാസവും ആ തീഷ്ണതയും എനിക്കൊക്കെ എന്നും അത്ഭുതമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും എന്ത് വിഷമം വരുമ്പോഴും എല്ലാം അപ്പയുടെ ആ ഒരു ഉണർവും ശക്തിയും എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. പിന്നെ അമ്മയുടെ മരണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ലോസാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ അമ്മയായിട്ട് അത്രയും അറ്റാച്ച്ഡാണ് ഞങ്ങൾ 4 പേര്. പക്ഷേ അതിൽ നിന്നൊക്കെ ഞങ്ങളെ കരകയറ്റാൻ സഹായിച്ചത്, ഞങ്ങൾക്ക് ആ ഒരു ശക്തിയും എല്ലാം തന്നത് അപ്പയുടെ വിശ്വാസവും ഞങ്ങളുടെ ഈ ഒരു അമ്മയുടെ മരണത്തിൽ കൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഫെയ്ത്ത്, ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നത് വഴിയാണ്. അപ്പ ഇത്ര വയസ്സധികമായെങ്കിലും എപ്പോഴും മനസ്സിൽ ഒരു ചെറുപ്പക്കാരനെ പോലെയാണ്. പുതിയ ബൈബിള് വളരെയധികം രാവിലെ എണീറ്റിരുന്ന് പഠിക്കും. രാവിലെ കുറേ നോട്ട്സ് ഉണ്ടാക്കും. അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു വാട്സാപ്പിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് 5:30 ആകുമ്പോൾ അപ്പയുടെ 1-2 കാര്യങ്ങൾ അതിനകത്തുണ്ടാവും ദൈവവചനത്തെ പറ്റി. അത് വായിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും അന്നത്തെ ദിവസം തുടങ്ങുന്നത്. അത്രയും സഹിഷ്ണുത അപ്പയുടെ ഈ ബൈബിൾ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ വളരെയധികം വലിയൊരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ പണ്ട് ഞാനും വളരെയധികം ബുക്കുകൾ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ലൈബ്രറിയിൽ പോയി നോക്കുമ്പോൾ ജ്യോതിഷത്തിൻ്റെ ബുക്കുകളുണ്ട്, ന്യൂമറോളജിയുടെ ബുക്കുകളുണ്ട്. ഇതിൻ്റെ എല്ലാം വളരെയധികം ഗഹനമായി പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പ. അങ്ങനെ പഠിച്ചിട്ട് ഒരാളാണ് ഇപ്പോൾ ബൈബിൾ പഠിച്ചിട്ട് അതെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല, അതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോടിത് പറയുന്നത്. അപ്പോൾ ഒരു ബൈബിൾ വാചകം പഠിപ്പിക്കുമ്പോൾ അതിൻ്റേതായ ആ പല അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം വിവരിച്ചു തരുമ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു വ്യത്യാസമാണ് ബാക്കിയുള്ളവർ പറഞ്ഞു തരുന്നതിൽ നിന്നും. എനിക്ക് 4 മക്കളും 4 മരുമക്കളും ഉണ്ട്, 9 കൊച്ചുമക്കളും ഉണ്ട്. എല്ലാവരും അനുഗ്രഹകരമായ സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിലാണ് എല്ലാവരും. 9 കൊച്ചുമക്കളുടെയും 9 ബർത്ത്ഡേയും 4 മക്കളുടെയും മരുമക്കളുടെയും ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും എൻ്റെ ബർത്ത്ഡേയും കൂടെ കൂട്ടുമ്പോൾ ആണ്ടിൽ 22 ഒരു സ്പെഷ്യൽ ഒക്കേഷനുണ്ട്. അതായത് മാസം 2 പ്രാവശ്യം ഞങ്ങൾ കുടുംബം എല്ലാം ഒന്നിച്ചു കൂടി എല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യാറുണ്ട്. ഇളയ മകൻ്റെ കൂടെ ആ കുടുംബത്തിലാണ് ഞാനിവിടെ താമസിക്കുന്നത്. മൂത്ത മകനും കുടുംബവും ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നു. മൂത്ത മകള് ആശയും മരുമകനായ ജേക്കബ് കുര്യനും ഷാർജയിൽ താമസിച്ച് ദുബൈ ജോലി ചെയ്യുന്നു. അവരിപ്പോൾ വന്നിട്ടില്ല ഇവിടെ. അവർക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ NIT-യിൽ എൻജിനീയറിംഗിന് ഫൈനൽ ഇയറും ഇളയ മകൻ എൻജിനീയറിംഗിന് കോതമംഗലം കോളേജിലെ ഫസ്റ്റ് ഇയറുമാണ്. ഇളയ മകളുടെ 2 മക്കളാണ് അവർക്കുള്ളത്. ഇളയ മകൾ ഇവിടെ വന്നിട്ടുണ്ട്. 2 മക്കളാണുള്ളത്. മൂത്ത മകൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയറും രണ്ടാമത്തെ മകൾ കോതമംഗലം കോളേജിലെ ഫസ്റ്റ് ഇയറുമാണ്. അങ്ങനെ ദൈവതമ്പുരാൻ്റെ അനുഗ്രഹത്തിൽ എൻ്റെ ഈ മാനസാന്തരം നല്ലൊരു പ്രാർത്ഥനാ ജീവിതത്തിനും അനുഗ്രഹകരമായ കുടുംബജീവിതം നയിക്കുവാനും ഇതെല്ലാം മുഖാന്തരമായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് അനു. ഞാൻ അപ്പയുടെ 2ാമത്തെ മകളാണ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ. എൻ്റെ ഹസ്ബൻഡ് സജീവ് കെ മാത്യു, മെക്കാനിക്കൽ എഞ്ചിനീയർ. ഞങ്ങൾ എടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ താമസിക്കുന്നു. ഞങ്ങൾ എക്സൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻസിൻ്റെ ഒരു സ്ഥാപനം നടത്തുന്നു. മൂത്ത മകൻ ബേസിലസ് മാത്യു ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ തൃശ്ശൂർ മെഡിസിന് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ മകൾ മറിയ എസ് മാത്യു കോതമംഗലം MA കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഏറ്റവും ഇളയ മകൻ ഐസക് ബാബു, ഡോക്ടറാണ്, അനസ്തെറ്റിസ്റ്റ്. ഇവിടെ അടുത്തൊരു മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു, ശ്രീനാരായണ എന്ന പേരുള്ള മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ വൈഫ് ഡോക്ടർ മോണിക്ക ശർമ്മ. പഞ്ചാബിലെ പട്യാലയിൽ നിന്നാണ് ഇങ്ങോട്ട് കൈപിടിച്ച് കൊണ്ടുവന്നത്. 2 മക്കളുണ്ട്. മൂത്ത മകൾ തമന്ന മറിയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകൻ ആരൻ ഐസക് ബാബു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2 പേരും വിശ്വജ്യോതിയിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ മോണിക്ക ശർമ്മ ആയിരുന്നു. ഇപ്പം ഞാൻ ഡോക്ടർ മോണിക്ക ഐസക്കായി. ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. MBBS ഞങ്ങൾ മണിപ്പാൽ ഒരുമിച്ച് പഠിച്ചതാണ്. സോ അങ്ങനെയാണ് സ്നേഹിച്ചിട്ട് കല്യാണം കഴിഞ്ഞത്. വി ഗോട്ട് മാരീഡ്. ഞാനൊരു പഞ്ചാബി ആയിരുന്നു. പഞ്ചാബ് ആൻഡ് കേരള നല്ലോണം വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഫാമിലിയിലെ സപ്പോർട്ട് കാരണം, സ്നേഹം കാരണം അപ്പ, പിന്നെ എൻ്റെ സിസ്റ്റർ ലോസ്, ജ്യേഷ്ഠത്തി എല്ലാവരും എനിക്ക് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാനൊരു ബ്രാഹ്മിൻ ഫെയ്ത്തിലായിരുന്നു.
ഇപ്പോൾ ഞങ്ങൾ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ കൺവേർട്ട് ആയത് കാരണം ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞങ്ങൾ പള്ളിയിൽ പോകാൻ സമയത്ത്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ സമയത്ത്, അങ്ങനെ ഈ ക്രിസ്ത്യാനിറ്റിയിൽ എനിക്ക് ഒരു കാര്യം നന്നായിട്ട് ഇത് ഇഷ്ടപ്പെട്ടതാണ്. നമുക്ക് പ്രാർത്ഥനാ സമയത്ത് യൂഷ്വലി നമുക്ക് സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നേഷന് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് റിലേറ്റീവ്സിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ അപ്പ ഈസ് എ സ്ട്രോങ് ബിലീവർ ഓഫ് ഗോഡ്. ഹിസ് ഫെയ്ത്ത് ഹാസ് ഓൾസോ ഹെൽപ്ഡ് അസ് ടു ഫോളോ ദ സെയിം റിലീജിയൻ, ക്രിസ്ത്യാനിറ്റി. അതിൻ്റെ കാരണം ഞങ്ങൾ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്, ബിക്കോസ് ഓഫ് ഹിസ് സപ്പോർട്ട് ആൻഡ് പിന്നെ ഫാമിലിയുടെ സപ്പോർട്ടിൻ്റെ കാരണം. അത് പിന്നെ കുറേ വ്യത്യാസമുണ്ട്. എൻ്റെ ഫാമിലി ഓൾസോ, എൻ്റെ അച്ഛൻ അമ്മയ്ക്ക് അവിടെ നല്ല സ്ട്രോങ് ബിലീവേഴ്സാണ് ഗോഡിൻ്റെ. സോ അതിൻ്റെ കാരണം എനിക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ടില്ല ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ. സോ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്. എൻ്റെ പേര് റെനി. ഞാൻ അപ്പയുടെ മൂത്ത മകൻ അജുവിൻ്റെ വൈഫാണ്. അജു എംടെക് കഴിഞ്ഞ് ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങി. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൻ നിഹാൽ 10ൽ പഠിക്കുന്നു, രണ്ടാമത്തെ മകൻ നിഖിൽ 9ൽ പഠിക്കുന്നു, മൂന്നാമത്തെ മകള് നേഹ, അവൾ 6th പഠിക്കുന്നു, വിശ്വജ്യോതി അങ്കമാലി. ഇത്രത്തോളം സമാധാനപരവും സന്തോഷകരമായ ഒരു കുടുംബജീവിതങ്ങൾ നയിക്കുവാൻ എനിക്കും എൻ്റെ മക്കൾക്കും എല്ലാം കാരണക്കാരിയായത് കുമാരിയുടെ രോഗവും മരണവും അതിനെ തുടർന്നുള്ള ഞങ്ങളുടെ തീരുമാനങ്ങളൊക്കെയാണ്. ഒരുപക്ഷേ കുമാരി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിച്ച് മധ്യസ്ഥ അപേക്ഷിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ ഈ സന്തോഷകരമായ അനുഗ്രഹകരമായ ഈ കുടുംബജീവിതങ്ങളും ഈ സ്നേഹമെല്ലാം കണ്ടിട്ട് കുമാരി സ്വർഗത്തിൽ സന്തോഷിക്കുന്നുണ്ടാവും. ഞാൻ ഈ നവീകരണത്തിൽ വരുന്നതിന് മുമ്പ് ഇത്രത്തോളവും സന്തോഷകരമായ ഒരു കുടുംബജീവിതം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. കുടുംബ അംഗങ്ങളൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനോ അന്ന് അവസരം കിട്ടിയിരുന്നില്ല. പല ക്ലബ്ബുകളും പല മീറ്റിങ്ങുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുടുംബമായിട്ട് കൂടുതൽ ചെലവഴിക്കാനുള്ള സമയം കിട്ടാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ കുടുംബങ്ങളായിട്ട് ചേർന്ന് എല്ലാവരുമായിട്ട് ചേർന്ന് സന്തോഷിക്കുവാനും എല്ലാ പ്രധാനപ്പെട്ട അവസരങ്ങളെ ഒത്തുചേരുവാനും എല്ലാം ഇപ്പോൾ അവസരം കിട്ടുന്നുണ്ട്. ഇത് മദ്യവ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ സന്തോഷം ഉണ്ടാവുമെങ്കിലും ഇത്രത്തോളം സമാധാനപരമായ ഒരു ജീവിതം നയിക്കുവാൻ അവർക്ക് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മദ്യവ്യവസായം ഉപേക്ഷിച്ച് ദൈവമായിട്ടുള്ള മുറിഞ്ഞ ബന്ധം പുനഃസ്ഥാപിച്ച് കഴിയുമ്പോൾ മാത്രമേ ഒരു ജീവിതത്തിലെ ശാന്തിയും സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ. അങ്ങനെ എൻ്റെ ഈ കുമാരിയുടെ മരണം ഇതിനെല്ലാം ഒരു മുഖാന്തരമായി. ദൈവമായുള്ള ബന്ധം ഞങ്ങൾ കൂടുതലെല്ലാം ബന്ധത്തിലാണ് പോകുന്നത്. വാസ്തവം പറഞ്ഞാൽ എൻ്റെ 2 പെൺമക്കളും എന്നെക്കാൾ വലിയ പ്രാർത്ഥനാകാരികളും എന്നെക്കാൾ വലിയ വിശ്വാസമുള്ളവരുമാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ നല്ല സന്തോഷകരമായ ഒരു പ്രാർത്ഥനാ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാവരും അനുഗ്രഹകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയായി. അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായത് കുമാരിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മദ്യവ്യവസായവും അതുകൊണ്ട് ബന്ധപ്പെട്ടവരുടെ എല്ലാവരുടെയും എനിക്കൊരു അപേക്ഷയുണ്ട്. മദ്യവ്യവസായിയുടെ പൂർവ്വചരിത്രം നോക്കിയാൽ എല്ലാവരുടെയും ജീവിതം തകർച്ചയിലാണ് അവസാനിച്ചിട്ടുള്ളത്. മരണം, ആക്സിഡൻറ്റ്, അപകടമരണങ്ങൾ, അംഗഭംഗം മുതലായവ സംഭവിച്ച കുടുംബങ്ങളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സമാധാനപരമായി സന്തോഷകരമായ ഒരു കുടുംബജീവിതം മക്കളോടൊത്ത് കഴിക്കണമെങ്കിൽ മദ്യമായിട്ടുള്ള എല്ലാ വ്യവസായം സംബന്ധിച്ചുള്ള എല്ലാ സംരംഭങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ശാന്തിയിലും സമാധാനത്തിലും മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അവരോട് എനിക്ക് ശക്തമായിട്ട് പറയാനുള്ളത് ഇതാണ്.